1 ഓഫ് അംബ്രല്ല അക്കാഡമി തുടങ്ങുന്നത് 1989 ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ്. അവിടെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള സ്ഥലങ്ങളിലെ 43 സ്ത്രീകൾ പ്രസവിക്കുന്നു. പക്ഷെ അവരിൽ ആരും തന്നെ ആ സമയം വരെയും പ്രഗ്നന്റ് ആയിരുന്നില്ല. സർ റെജിനാൾഡ് ഹാർഗ്രീവ്സ് എന്നൊരു ധനികനായ സയന്റിസ്റ്റ് ഈ കുഞ്ഞുങ്ങളിൽ 7 പേരെ അഡോപ്റ്റ് ചെയ്യുന്നു. ഓരോ കുട്ടിക്കും ഓരോ സൂപ്പർ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ ദ അംബ്രല്ല അക്കാഡമി എന്നൊരു സൂപ്പർ ഹീറോ ടീമായി ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നു. അവരുടെ പവേഴ്സ് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നതിനനുസരിച്ച് അദ്ദേഹം അവർക്ക് 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് നൽകുന്നു. എന്നാൽ അവരുടെ റോബോട്ട് മദറായ ഗ്രേസ് പിന്നീട് അവർക്ക് യഥാർത്ഥ പേരുകൾ നൽകുന്നു. നമ്പർ 1 എന്നത് ലൂത്തർ ആണ്. അവനൊരു ആസ്ട്രോനോട്ടും സൂപ്പർ സ്ട്രെങ്ത് ഉള്ള ആളുമാണ്. ഒരു മിഷനിൽ സീരിയസ് ആയി പരിക്കേൽക്കുമ്പോൾ റെജിനാൾഡ് അവനെ ഒരു സ്പെഷ്യൽ സിറം കൊണ്ട് രക്ഷിക്കുന്നു. പക്ഷെ അതിനുശേഷം അവന്റെ ചെസ്റ്റ് എയ്പ്സിന്റേത് പോലെ ആകുന്നു. നമ്പർ 2 ഡിയേഗോ ആണ്. അവന് മൈൻഡ് കൊണ്ട് കത്തികളും ബുള്ളറ്റ്സും കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. നമ്പർ 3 ആലിസൺ ആണ്. അവളൊരു ആക്ട്രസ് ആണ്. കൂടാതെ ഐ ഹേർഡ് എ റൂമർ എന്നൊരു ഫ്രേസ് ഉപയോഗിച്ച് ആളുകളെ കൊണ്ട് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. മോറലി തെറ്റാണെങ്കിലും അവൾക്ക് ലൂത്തറിനോട് പ്രണയമുണ്ട്. ഒരിക്കൽ അവൾ തന്റെ മകൾ ക്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ തന്റെ പവേഴ്സ് ഉപയോഗിച്ചു. ഇത് കാരണം അവളുടെ ഹസ്ബൻഡ് പാട്രിക് വഴക്കുണ്ടാക്കി ഡിവോഴ്സ് നേടുകയും ക്ലെയറിന്റെ കംപ്ലീറ്റ് കസ്റ്റഡി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നമ്പർ 4 ക്ലോസ് ആണ്. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. കൂടാതെ മരിച്ചവരോട് സംസാരിക്കാനുള്ള പവർ ഉണ്ട്. നമ്പർ 5ന് പ്രത്യേകിച്ചൊരു പേരില്ല. അവന് സ്പേസ് ആൻഡ് ടൈമിൽ ട്രാവൽ ചെയ്യാനുള്ള പവർ ആണുള്ളത്. പക്ഷെ ഒരു പേരിടാൻ കഴിയും മുൻപ് അവൻ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ വെച്ച് മിസ്സിംഗ് ആയിപ്പോയി. നമ്പർ 6 ആണ് ബെൻ. മോൺസ്റ്റർ ലൈക്ക് ടെന്റക്കിൾസ് ബോഡിയിൽ നിന്നും പുറത്തു വരുത്തി യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അവന്റെ സൂപ്പർ പവർ. നമ്പർ 7 ആണ് വാന്യ. അവൾ വയലിനൊക്കെ വായിച്ച് വളരെ ക്വയറ്റും ഷൈയുമായി ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് പവേഴ്സ് ഒന്നും ഇല്ലെന്ന് കരുതുന്നതിനാൽ അവളുടെ സഹോദരങ്ങൾ അവളെ പലപ്പോഴും ഒഴിവാക്കി നിർത്തുന്നു. എന്നാൽ വാന്യയ്ക്ക് പോലും അറിയില്ല കുഞ്ഞിലെ മുതൽ റെജിനാൾഡ് അവൾക്ക് ചില പിൽസ് നൽകിയിരുന്നത് അവളുടെ റിയൽ പവേഴ്സ് സപ്രസ് ചെയ്യാനാണെന്ന്. കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവർ പരസ്പരം അകലാൻ തുടങ്ങി. ഒരു മിഷനിൽ ബെൻ മരിക്കുന്നത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്നു. താമസിയാതെ ടീം പിരിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ലൂതർ മാത്രമാണ് അവരുടെ പിതാവായ റെജിനാൾഡിനോട് ലോയലായി തുടരുന്നത്. പ്രസന്റിലേക്ക് വരുമ്പോൾ റെജിനാൾഡ് മരിച്ചതിന് ശേഷം സിബ്ലിങ്സ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. വീട്ടിലെത്തുന്ന അവർ അവരുടെ റോബോട്ട് മദർ ഗ്രേസിനെയും റെജിനാൾഡിന്റെ സ്മാർട്ട് ചിമ്പാൻസി അസിസ്റ്റന്റ് ആയ പോഗോയെയും മീറ്റ് ചെയ്യുന്നു. ബോഡി എക്സാമിൻ ചെയ്ത കൊറോണർ പറഞ്ഞത് റെജിനാൾഡ് ഹാർട്ട് ഫെയിലർ കാരണമാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. പക്ഷെ മക്കൾക്ക് സംശയമുണ്ട് ആരോ അദ്ദേഹത്തെ കൊന്നതാകാമെന്ന്. അപ്പോഴാണ് നമ്പർ 5 പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അവൻ പറയുന്നത് അവൻ ഫ്യൂച്ചറിൽ കുടുങ്ങിപ്പോയി എന്നും യഥാർത്ഥത്തിൽ അവന് 58 വയസ്സുണ്ടെന്നും എന്നാൽ എങ്ങനെയോ 13 വയസ്സിലെ അവന്റെ രൂപത്തിലേക്ക് തിരിച്ചെത്തി എന്നുമാണ്. കൂടാതെ 8 ദിവസത്തിനുള്ളിൽ ഒരു അപ്പോകലിപ്സിലൂടെ ലോകം നശിക്കാൻ പോവുകയാണെന്നും അത് തടയാനാണ് താൻ തിരിച്ചെത്തിയതെന്നും അവൻ സിബ്ലിങ്സിനോട് പറയുന്നു. 5ന് ഒരേ ഒരു ക്ലൂ മാത്രമേ കയ്യിലുള്ളൂ. ഫ്യൂച്ചറിൽ നിന്ന് കിട്ടിയ ഒരു ഫേക്ക് ഐ. ആ കണ്ണിന്റെ ഉടമയാണ് അപ്പോകലിപ്സിന് കാരണമായത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അത് ആരാണെന്ന് കണ്ടെത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ 5നെ 2 അസാസിൻസ് പിന്തുടരുന്നു. ടൈം ട്രാവൽ ചെയ്തെത്തിയ ചാച്ചായും ഹേസലും. അവർ ദ കമ്മീഷൻ എന്നൊരു ഗ്രൂപ്പിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിന്റെ ജോലി ടൈം ലൈൻ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോകലിപ്സ് ഈ ടൈം ലൈനിന്റെ ഭാഗമായതിനാൽ 5 അത് മാറ്റാൻ ശ്രമിക്കുന്നത് അവർക്ക് തടയേണ്ടതുണ്ട്. ചാച്ചായും ഹേസലും അംബ്രല്ല അക്കാഡമിയിലെത്തി അറ്റാക്ക് നടത്തി ക്ലോസിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. പക്ഷെ ക്ലോസ് രക്ഷപ്പെട്ട് അവരുടെ ടൈം ട്രാവൽ ബ്രീഫ് കേസ് മോഷ്ടിക്കുന്നു. ആക്സിഡന്റലി അവൻ വിയറ്റ്നാം വാറിന്റെ സമയത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നു. അവിടെ ഡേവ് എന്നൊരു സോൾജിയറിനെ കണ്ടുമുട്ടി പ്രണയത്തിലാകുന്നു. യുദ്ധത്തിൽ ഡേവ് മരിച്ച ശേഷം ക്ലോസ് പ്രസന്റിലേക്ക് തിരിച്ചെത്തുകയും ബ്രീഫ് കേസ് നശിപ്പിക്കുകയും ചെയ്യുന്നു. ടൈം ട്രാവൽ അസാസിൻസിന്റെ അറ്റാക്കിനും ക്ലോസ് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത കാര്യം അറിഞ്ഞതിനും ശേഷം ഹാർഗ്രീവ്സ് ഫാമിലി 5നോട് എല്ലാ കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. 5 കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കുട്ടിയായിരിക്കെ ആദ്യമായി ഫ്യൂച്ചറിലേക്ക് ജമ്പ് ചെയ്തപ്പോൾ അവൻ അപ്പോകലിപ്സ് കാരണം നശിച്ച ഒരു ലോകം കണ്ടെത്തി. അവിടെ അംബ്രല്ല അക്കാഡമി ഉൾപ്പെടെ എല്ലാവരും മരിച്ചിരുന്നു. അവിടെ അവൻ ഒറ്റയ്ക്ക് 40 വർഷം ജീവിച്ചു. ഡൊളോറിസ് എന്നൊരു മാനിക്കൻ മാത്രമായിരുന്നു അവിടെ അവന് കൂട്ടുണ്ടായിരുന്നത്. വർഷങ്ങളോളം ഒറ്റയ്ക്ക് ജീവിച്ച ശേഷം ദ ഹാൻഡ്ലർ എന്നൊരു മിസ്റ്റീരിയസ് സ്ത്രീ 5നെ കമ്മീഷന് ജോലി ചെയ്യാൻ നിയമിച്ചു. അവന്റെ ജോലി ടൈം ട്രാവൽ ചെയ്ത് ടാർഗറ്റ്സിനെ വധിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതിനിടയിലും അപ്പോകലിപ്സിന്റെ കാരണം എന്താണെന്നും എങ്ങനെ തന്റെ യഥാർത്ഥ ടൈമിലേക്ക് മടങ്ങി അത് തടയാമെന്നും കണ്ടെത്തുകയായിരുന്നു 5ന്റെ യഥാർത്ഥ ലക്ഷ്യം. പ്രസന്റിൽ അപ്പോകലിപ്സ് തടയാൻ സിബ്ലിങ്സ് ഒത്തുചേരാൻ 5 അവരെ കൺവിൻസ് ചെയ്യുന്നു. ക്ലോസ് തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് മരിച്ചുപോയ തങ്ങളുടെ പിതാവ് റെജിനാൾഡിനോട് സംസാരിക്കുന്നു. റെജിനാൾഡ് വെളിപ്പെടുത്തുന്ന വിവരം അംബ്രല്ല അക്കാഡമിയെ വീണ്ടും ഒന്നിപ്പിക്കാനായി താൻ തന്നെ തന്റെ സ്വന്തം മരണം പ്ലാൻ ചെയ്തിരുന്നു എന്നാണ്. ഈ സമയത്തൊക്കെ വാന്യ തന്റെ നോർമൽ ലൈഫ് നയിക്കുകയും ലിയോണാർഡ് എന്നൊരു പുതിയ വയലിൻ സ്റ്റുഡന്റിനെ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാലക്രമേണ അവർ തമ്മിൽ അടുക്കുകയും ഓർക്കസ്ട്രയിലെ ഫസ്റ്റ് ചെയർ, അതായത് പ്രധാന വയലിനിസ്റ്റ് പൊസിഷന് വേണ്ടിയുള്ള ഓഡിഷനിൽ പങ്കെടുക്കാൻ ലിയോണാർഡ് വാനിയെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു. ഓഡിഷനിൽ വിജയിച്ച വാന്യയ്ക്ക് ആ പൊസിഷൻ ലഭിക്കുന്നു. എന്നാൽ തൊട്ടു മുമ്പത്തെ ആളെ ലിയോണാർഡ് കൊന്നിട്ടാണ് ആ പൊസിഷൻ വേക്കന്റ് ആയതെന്ന് അവൾക്കറിയില്ല. തന്റെ മ്യൂസിക്കിലും
ലിയോണാർഡുമായുള്ള റിലേഷൻഷിപ്പിലും സന്തുഷ്ടയായ വാന്യ കുട്ടിക്കാലത്ത് റെജിനാൾഡ് അവൾക്ക് നൽകിയിരുന്ന മെഡിസിൻ പിൽസ് കഴിക്കുന്നത് നിർത്തി. അതിനുശേഷം അവളുടെ ബോഡിയിൽ സൂപ്പർ പവേഴ്സിന്റെ സയൻസ് കാണാൻ തുടങ്ങുന്നു. വാന്യയ്ക്ക് ശബ്ദത്തെ നിയന്ത്രിക്കാനുള്ള സൂപ്പർ പവർ ഉണ്ട്. ഈ ശക്തി ഉപയോഗിച്ച് അവൾക്ക് വസ്തുക്കൾ ചലിപ്പിക്കാനോ ഫ്ലൈ ചെയ്യിക്കാനോ ഫോഴ്സ് ഫീൽഡുകൾ സൃഷ്ടിക്കാനോ കഴിയും. ഈ പവേഴ്സ് വളരെ ഡേഞ്ചറസ് ആണെന്ന് റെജിനാൾഡ് കരുതിയതിനാൽ അദ്ദേഹം അവയെ സപ്രസ് ചെയ്തതാണെന്നും മുമ്പ് ഈ പവേഴ്സ് കൊണ്ട് പല നാനീസും മരിച്ചതിനാലാണ് ഗ്രേസ് എന്ന റോബോട്ട് മദറിനെ നിർമ്മിച്ചതെന്നും റെജിനാൾഡിന്റെ ഡയറി കണ്ടെത്തിയ വാന്യയും ലിയോണാർഡും മനസ്സിലാക്കുന്നു. പിന്നീട് ചില ഗുണ്ടകൾ അവരെ ആക്രമിക്കുമ്പോൾ വാന്യയുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം എക്സ്പ്ലോഡ് ചെയ്യുകയും അത് അക്രമികളെ കൊല്ലുകയും ലിയോണാർഡിന്റെ വലത് കണ്ണ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കാരണം ലിയോണാർഡ് ആണ് വരാനിരിക്കുന്ന അപ്പോക്കലിപ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഫൈവ് തിരിച്ചറിയുന്നു. 1989 ഹാർഗ്രീവ്സ് സഹോദരങ്ങൾ ജനിച്ച അതേ ദിവസം തന്നെയാണ് ലിയോണാർഡും ജനിച്ചതെങ്കിലും അവന്റെ ജനനം സാധാരണമായ ഒന്ന് മാത്രമായിരുന്നു. പക്ഷെ പ്രസവത്തിൽ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി. ബാല്യത്തിൽ അംബ്രല്ല അക്കാഡമിയെ ആരാധിച്ചിരുന്ന ലിയോണാർഡ് തനിക്കും അവർക്കൊപ്പം ചേരാം എന്ന പ്രതീക്ഷയോടെ റെജിനാൾഡിനെ സമീപിച്ചു. പക്ഷെ അവൻ സ്പെഷ്യൽ അല്ല എന്ന് പറഞ്ഞ് റെജിനാൾഡ് അവനെ റിജക്ട് ചെയ്തു. ഈ റിജക്ഷൻ മനസ്സിൽ മുറിവേൽപ്പിച്ച ലിയോണാർഡ് പിന്നെ വാന്യയെ കണ്ടെത്തി പതുക്കെ അവളുടെ വിശ്വാസം നേടി. അവന്റെ യഥാർത്ഥ ഉദ്ദേശം വാന്യയുടെ പവേഴ്സ് പുറത്തു കൊണ്ടുവരികയും അവളെ ഫാമിലിക്കെതിരെ തിരിക്കുകയുമായിരുന്നു. ആലിസൺ വാന്യയെ കണ്ടെത്തി ലിയോണാർഡ് അവളെ യൂസ് ചെയ്യുകയാണെന്ന് താക്കീത് നൽകുന്നു. വാന്യ തന്റെ പാസ്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ആലിസൺ സത്യം പറയുന്നു. അവൾ മുമ്പ് അവളുടെ റൂമർ പവർ ഉപയോഗിച്ച് വാന്യയുടെ പവേഴ്സിനെ കുറിച്ചുള്ള മെമ്മറീസ് മായ്ച്ചിരുന്നു എന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന വാന്യ ആലിസന്റെ ത്രോട്ട് കട്ട് ചെയ്യുകയും ലിയോണാർഡുമായി ഓടിപ്പോവുകയും ചെയ്യുന്നു. പിന്നീട് ആലിസനോട് താൻ ഈ ചെയ്തതിനെ കുറിച്ച് ഓർക്കുമ്പോൾ വാന്യയ്ക്ക് വളരെ വിഷമം തോന്നി. ലിയോണാർഡ് ശരിക്കും കള്ളം പറഞ്ഞ് തന്നെ യൂസ് ചെയ്യുക തന്നെ ആയിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ ഭീകരമായ ക്രോധത്തോടെ അവൾ അവനെ കൊല്ലുന്നു. മറ്റ് ഹാർഗ്രീവ്സ് സഹോദരങ്ങൾ കൃത്യസമയത്തെത്തി ആലിസണെ രക്ഷിക്കുന്നു. പക്ഷെ അവൾക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ലിയോണാർഡ് മരിച്ചു എന്നറിഞ്ഞ ഫൈവ് അപ്പോക്കലിപ്സ് തടയപ്പെട്ടു എന്ന് കരുതുന്നു. വാന്യ ആലിസണോട് ക്ഷമ ചോദിക്കാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷെ ലൂതർ ദേഷ്യപ്പെട്ട് അവളോട് ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നു. ഇത് വാന്യയെ വളരെയധികം വേദനിപ്പിക്കുന്നു. ഫാമിലി തന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നും എപ്പോഴും തന്നെ കൊച്ചാക്കി കാണുകയായിരുന്നുവെന്നും അവൾ ഓർക്കുന്നു. ഈ വേദനയും വിഷമവും എല്ലാം കാരണം അവൾ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഹാർഗ്രീവ്സ് മാൻഷൻ പൂർണ്ണമായി നശിപ്പിക്കുന്നു. പോഗോ വാന്യയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ തന്റെ പവേഴ്സിനെ കുറിച്ചുള്ള സത്യം മറച്ചു വെച്ചതിന് പ്രതികാരമായി അവൾ അവനെ കൊല്ലുന്നു. അതേസമയം തകർന്നു വീഴുന്ന മാൻഷനിൽ പെട്ട് ഗ്രേസ് നശിച്ചു പോകുന്നു. ക്ലോസ് തന്റെ പവർ ഉപയോഗിച്ച് മരിച്ചുപോയ ബെന്നിന്റെ ഗോസ്റ്റിനെ ഫിസിക്കൽ ഫോമിൽ തിരിച്ചു വിളിക്കുന്നു. ബെൻ എത്തി മറ്റുള്ളവരെ തകർന്ന മാൻഷനിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഈ സംഭവത്തോടെ ഫൈവിന് മനസ്സിലാകുന്നു ലിയോണാർഡ് അല്ല വാന്യയാണ് അപ്പോക്കലിപ്സിന് കാരണമെന്ന്. അപ്പോക്കലിപ്സ് നടക്കണം എന്നതിനാൽ ഹാൻഡ്ലർ ഈ സമയം ചാച്ചയെയും ഹേസലിനെയും വാന്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ അയക്കുന്നു. പക്ഷെ ഹേസലിന് ഒരു കില്ലറായുള്ള ജീവിതം അടുത്തു തുടങ്ങിയിരുന്നു. അവൻ ചാച്ചയ്ക്കെതിരെ തിരിയുകയും ഹാൻഡ്ലറിനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം പുതിയൊരു ജീവിതം തുടങ്ങാനായി അവൻ തന്റെ പുതിയ ലവറായ ആഗ്നസുമായി ഓടിപ്പോകാൻ തീരുമാനിക്കുന്നു. ഹാർഗ്രീവ്സ് സിബ്ലിങ്സ് വാന്യയുടെ വയലിൻ കൺസേർട്ടിനെത്തി അവളെ തടയാൻ ശ്രമിക്കുന്നു. ബ്രദേഴ്സ് അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. പക്ഷെ ആലിസൺ കരുതുന്നത് അവളെ രക്ഷിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശരിയാക്കാൻ കഴിയും എന്നാണ്. ബ്രദേഴ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ വാന്യ തന്റെ പവേഴ്സ് ഉപയോഗിക്കുകയും ബ്രദേഴ്സിന്റെ എനർജി കൂടെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ സമയം ആലിസൺ ഒരു ഗണ്ണെടുത്ത് വാന്യയുടെ ചെവിയുടെ അരികിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഞെട്ടുന്നതോടെ വാന്യ പവേഴ്സ് ഉപയോഗിക്കുന്നത് നിന്ന് പോവുകയും അവൾ നിലത്ത് വീഴുകയും ചെയ്യുന്നു. പക്ഷെ അവളിൽ നിന്നും ഒരു എനർജി ബ്ലാസ്റ്റ് ഉണ്ടായി അത് മൂണിൽ ചെന്ന് കൊള്ളുന്നു. മൂൺ തകർന്ന് അതിന്റെ പീസസ് ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങുന്നു. അതായത് അപ്പോക്കലിപ്സ് ആരംഭിക്കുകയാണ്. ഫൈവ് തന്റെ ടൈം ട്രാവൽ പവേഴ്സ് ഉപയോഗിച്ച് സിബ്ലിങ്സിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകാമെന്നും അങ്ങനെ അപ്പോക്കലിപ്സ് തടയാൻ വീണ്ടും ശ്രമിക്കാമെന്നും പറയുന്നു. ഇതേ സമയം ഹേസലും ആഗ്നസും ഒരു സ്പെഷ്യൽ ബ്രീഫ് കേസ് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. ചാച്ച പക്ഷേ കൊല്ലപ്പെടുന്നു. വാന്യ ഉൾപ്പെടെ അംബ്രല്ല അക്കാഡമിയിലെ എല്ലാവരും പാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ദ അംബ്രല്ല അക്കാഡമി സീസൺ 2-ൽ ഫൈവിന്റെ ടൈം ട്രാവൽ പ്ലാൻ പൂർണ്ണമായും വിജയിക്കുന്നില്ല. സിബ്ലിങ്സ് 1960 മുതൽ 1963 വരെയുള്ള വ്യത്യസ്ത വർഷങ്ങളിലായി ചിതറിപ്പോകുന്നു. ക്ലോസ് 1960-ലെത്തി ഒരു സ്പിരിച്വൽ കൾട്ട് ആരംഭിക്കുകയും മരിച്ച ബ്രദർ ബെന്നിന്റെ ഗോസ്റ്റിനെ തന്റെ കൂടെ നിലനിർത്താൻ തന്റെ പവേഴ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആലിസൺ 1961-ലെത്തി തന്റെ സംസാരശേഷി തിരികെ ലഭിക്കുകയും സിവിൽ റൈറ്റ് മൂവ്മെന്റ്സിൽ ചേരുകയും റേമണ്ട് എന്ന ആക്ടിവിസ്റ്റിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ലൂതർ 1962-ൽ എത്തുന്നു. അവിടെ അവൻ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്ററായി മാറുകയും ജാക്ക് റൂബി എന്ന ഗാങ്സ്റ്ററിന്റെ ബോഡിഗാർഡായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഡിയേഗോ 1963 സെപ്റ്റംബറിൽ എത്തുന്നു. പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി വധിക്കപ്പെടാൻ പോവുകയാണെന്ന് ആളുകളെ വാൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ അവനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കുന്നു. വാന്യ 1963 ഒക്ടോബറിൽ എത്തുന്നു.
ഒരു കാർ അവളെ തട്ടിയതിനെ തുടർന്ന് അവളുടെ മെമ്മറി നഷ്ടപ്പെടുകയും കാറിന്റെ ഉടമസ്ഥരായ സിസിയും കാൾ കൂപ്പറും അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ അവരുടെ മകൻ ഹാർലനുമായാണ് ജീവിക്കുന്നത്. 1963 നവംബർ 25-ന് 5 എത്തുന്ന സമയത്ത് ലോകം പൂർണ്ണമായും കുഴപ്പത്തിലാണ്. ഒരു ന്യൂക്ലിയർ വാർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. അവന്റെ സിബ്ലിങ്സ് സോവിയറ്റ് സോൾജേഴ്സുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധനായ ഹേസൽ 5-നെ കണ്ടെത്തി ഇതൊരു പുതിയ അപ്പോക്കലിപ്സ് ആണെന്നും അംബ്രല്ല അക്കാഡമി അതിനെ തടയേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഹേസൽ കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് സ്വീറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന 3 കില്ലേഴ്സ് അയാളെ വെടിവെച്ച് കൊല്ലുന്നു. 5 വേഗം തന്റെ പവർ ഉപയോഗിച്ച് 10 ദിവസം പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നു. സിബ്ലിങ്സിനെ കണ്ടെത്തി ഈ പുതിയ അപ്പോക്കലിപ്സ് തടയാൻ അവന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു ജോലിയാണ്. വാന്യയ്ക്ക് ഇപ്പോഴും മുമ്പത്തെ ഓർമ്മകളില്ല. കൂപ്പർ ഫാമിലിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന അവൾ സിസിയുമായി ഒരു സീക്രട്ട് ലവ് റിലേഷൻഷിപ്പ് തുടങ്ങുകയും അവരുടെ മകൻ ഹാർലനുമായി വളരെ അടുപ്പത്തിലാവുകയും ചെയ്യുന്നു. ഒരു ദിവസം ഹാർലൻ തടാകത്തിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ വാന്യ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് അവനെ രക്ഷപ്പെടുത്തി CPR നൽകുന്നു. ഈ പ്രവൃത്തിക്കിടെ അവളുടെ ചില സൂപ്പർ പവേഴ്സ് ഹാർലനിലേക്ക് പ്രവേശിക്കുകയും അവനും പവേഴ്സ് നേടുകയും ചെയ്യുന്നു. സഹോദരങ്ങൾ വാന്യയെ അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾ കൂപ്പർ ഫാമിലിയോടൊപ്പം തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. ക്ലോസ് തന്റെ പഴയ ലവർ ഡേവിനെ കണ്ടെത്തുകയും ആർമിയിൽ ചേരാതിരിക്കാൻ അവനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം യുദ്ധത്തിന് പോയാൽ ഡേവ് മരിക്കുമെന്ന് ക്ലോസിന് അറിയാം. എന്നാൽ എല്ലാ ശ്രമങ്ങൾക്ക് പുറമെയും ഡേവ് ഒടുവിൽ ആർമിയിൽ ചേരുകയാണ്. ഇത് കാരണം ദുഃഖിതനായ ക്ലോസ് തന്റെ സിബ്ലിങ്സിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. മെന്റൽ ഹോസ്പിറ്റലിലായിരിക്കെ ഡിയേഗോ ലൈല എന്ന സ്ത്രീയുമായി സൗഹൃദത്തിലാകുന്നു. അവൾ അവനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. JFKയുടെ കൊലപാതകവും പുതിയ അപ്പോക്കലിപ്സും തടയാൻ ഡിയേഗോയും 5-ഉം ഒന്നിച്ചു വർക്ക് ചെയ്യുന്നതിനിടെ ഡിയേഗോയും ലൈലയും പ്രണയത്തിലാകുന്നു. എന്നാൽ ലൈല രഹസ്യമായി കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹാൻഡ്ലറിന്റെ ദത്തുപുത്രിയാണെന്നും ഹാൻഡ്ലർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും ഡിയേഗോയ്ക്ക് അറിയില്ല. ഹാൻഡ്ലർ ലൈലയോട് ഡിയേഗോയോട് ക്ലോസ് ആയിരിക്കാനും ഏത് സാഹചര്യത്തിലും 5-നെ സംരക്ഷിക്കാനും നിർദ്ദേശിക്കുന്നു. അപ്പോക്കലിപ്സ് തടയാൻ സിബ്ലിങ്സ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനിടെ അവർ തങ്ങളുടെ അഡോപ്റ്റഡ് ഫാദറായ സർ റെജിനാൾഡ് ഹാർഗ്രീവ്സിന്റെ യങ്ങർ വേർഷനെ കണ്ടുമുട്ടുന്നു. മജസ്റ്റിക് 12 എന്നൊരു സീക്രട്ട് ഗ്രൂപ്പിന്റെ ഭാഗമാണ് അദ്ദേഹമെന്നും ഈ ഗ്രൂപ്പാണ് രഹസ്യമായി അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്നതെന്നും JFKയുടെ മർഡർ പ്ലാനുമായി ബന്ധമുണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. JFKയെ രക്ഷിക്കുന്നത് അപ്പോക്കലിപ്സ് തടയുമെന്ന് വിശ്വസിക്കുന്ന സിബ്ലിങ്സ് തങ്ങളുടെ പിതാവിനെ നേരിടാൻ തീരുമാനിക്കുന്നു. ഹാൻഡ്ലർ അക്കാഡമിക്ക് ഒരു പുതിയ ഡീലുമായി എത്തുന്നു. കമ്മീഷനിലെ തന്റെ ഹൈ പൊസിഷൻ നഷ്ടപ്പെട്ട അവൾ കമ്മീഷൻ ബോർഡിനെ 5 കൊല്ലുകയാണെങ്കിൽ അവർക്ക് 2019ലേക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള ടൈം ബ്രീഫ് കേസ് നൽകുമെന്ന് പറയുന്നു. 5 ഇതിന് സമ്മതിച്ച് ബോർഡിനെ കൊല്ലുകയും ഹാൻഡ്ലർ കമ്മീഷന്റെ പുതിയ ലീഡർ ആവുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ സിബ്ലിങ്സിനെ എല്ലാം കണ്ടെത്തി ടൈം ട്രാവൽ ചെയ്യാൻ അവന് വെറും 90 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ആലിസണും റേമണ്ടും മറ്റുള്ളവരെ തിരയുമ്പോൾ സ്വീറ്റ്സ് വന്ന് അവരെ തടയുന്നു. ആലിസൺ തന്റെ റൂമർ പവർ ഉപയോഗിച്ച് സ്വീറ്റ്സിനെ തടയുകയും റേമണ്ടുമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വാന്യ അത്ര ലക്കി ആയിരുന്നില്ല. അവൾ സിസിയോട് കാളിനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം ഹാർലനുമായി ഫ്യൂച്ചറിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. സിസി സമ്മതിക്കുന്നെങ്കിലും കാൾ പോലീസിനെ വിളിക്കുകയും വാന്യയെ അറസ്റ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നു. വാന്യ പിടിക്കപ്പെട്ടതോടെ ബ്രീഫ് കേസിലെ ടൈമർ എക്സ്പയർ ആവുകയും അക്കാഡമി പാസ്റ്റിൽ തന്നെ കുടുങ്ങി പോവുകയും ചെയ്യുന്നു. 1960s പോലീസ് വാന്യ റഷ്യൻ സംസാരിക്കുന്നത് കണ്ട് അവൾ KGBയുടെ ഏജന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവർ അവളെ FBI കൈമാറുന്നു. FBI അവളെ ഡ്രഗ്സ് കൊടുത്ത് ചോദ്യം ചെയ്യുന്നു. അവരുടെ ടോർച്ചറിന്റെ ഫലമായി വാന്യയുടെ ഓർമ്മകൾ പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങുകയും അതോടൊപ്പം അവളുടെ സൂപ്പർ പവേഴ്സിന് മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ലൈല ഡിയേഗോയെ തട്ടിക്കൊണ്ടുപോയി കമ്മീഷനിൽ എത്തിക്കുകയും അവർക്ക് ഒരുമിച്ച് തുടരാനായി അവനെയും കമ്മീഷനിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കമ്മീഷൻ ബിൽഡിംഗിൽ ഹെർബ് എന്നൊരു ഫ്രണ്ട്ലി വർക്കർ ഡിയേഗോയെ സഹായിച്ച് അപ്പോക്കലിപ്സിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുന്നു. വാന്യ ഒരു FBI ബിൽഡിംഗ് നശിപ്പിക്കുകയും അത് കാരണം JFK കൊല്ലപ്പെടുന്നത് നടക്കാതിരിക്കുകയും ഈ പ്രശ്നങ്ങൾക്കെല്ലാം US സോവിയറ്റ് യൂണിയനെ ബ്ലെയിം ചെയ്തുകൊണ്ട് World War III ആരംഭിക്കുകയും ചെയ്യും. വാന്യയെ തടയാനും ലോകം രക്ഷിക്കാനുമായി ഹെർബ് ഡിയേഗോയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഡിയേഗോ അക്കാഡമിയെ കണ്ടെത്തി അവർ എത്രയും പെട്ടെന്ന് വാന്യയെ തടയാൻ പുറപ്പെടുന്നു. അവളുടെ പവേഴ്സ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയതിനാൽ ആർക്കും അവളെ സമീപിക്കാൻ കഴിയാതെ വരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഗോസ്റ്റായ ബെൻ അവളുടെ മനസ്സിലേക്ക് പ്രവേശിച്ച് ശാന്തമാകാൻ സഹായിക്കുന്നു. ഇത് വാന്യയെ FBI ബിൽഡിംഗ് നശിപ്പിക്കുന്നതിൽ നിന്നും അപ്പോക്കലിപ്സ് സംഭവിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നു. അങ്ങനെ ലോകത്തെ രക്ഷിച്ച ശേഷം ബെന്നിന്റെ ആത്മാവ് ആഫ്റ്റർ ലൈഫിലേക്ക് പോകുന്നു. വാന്യയുടെ എക്സ്പ്ലോഷൻ നടക്കാതിരുന്നതിനാൽ ഹിസ്റ്ററി യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നടക്കുന്നു. JFK കൊല്ലപ്പെടുന്നു. റെജിനാൾഡ് മജസ്റ്റിക് 12 ഗ്രൂപ്പിന് മുന്നിൽ ഹാജരാവുകയും JFK മർഡറിൽ തനിക്ക് പങ്കില്ലെന്നും താൻ അത് തടയാനാണ് ശ്രമിച്ചതെന്നും പറയുന്നു. കോപാകുലനായ റെജിനാൾഡ് താനൊരു ഇന്റർ ഡയമെൻഷണൽ ബീയിങ് ആണെന്ന് വെളിപ്പെടുത്തുകയും മജസ്റ്റിക് 12ലെ മറ്റു മെമ്പേഴ്സിനെ കൊല്ലുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ഹാർലൻ അപകടത്തിലാണെന്ന് വാന്യയ്ക്ക് തോന്നുന്നു. അവളും സിബ്ലിങ്സും കൂപ്പർ ഫാമിലേക്ക് എത്തുന്നു. ഭയന്നു പോകുന്ന ഹാർലന് പവേഴ്സിന് മേളിലുള്ള കൺട്രോൾസ് നഷ്ടപ്പെടുന്നു. വാന്യ അവനെ കാം ആവാൻ സഹായിക്കുന്നു.
അപ്പോൾ ഹാൻഡ്ലറും ലൈലയും നിരവധി കമ്മീഷൻ ഏജന്റ്സുമായി അവിടെ എത്തുന്നു. വാന്യ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഏജന്റ്സിനെ കൊല്ലുന്നെങ്കിലും ഹാൻഡ്ലറും ലൈലയും രക്ഷപ്പെടുന്നു. 1989 ഒക്ടോബർ 1 തന്നെ ജനിച്ച മറ്റൊരു സൂപ്പർ പവറുള്ള ബേബിയാണ് ലൈല എന്ന് വെളിപ്പെടുന്നു. മറ്റുള്ളവരുടെ പവേഴ്സ് കോപ്പി ചെയ്യാൻ കഴിയുന്നതാണ് അവളുടെ സൂപ്പർ പവർ. ലൈല അക്കാഡമിയെ ഫൈറ്റ് ചെയ്യുകയും അവരുടെ പവേഴ്സ് തന്നെ അവർക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഹാൻഡ്ലർ തന്റെ മാതാപിതാക്കളെ കൊല്ലിച്ച് ലൈലയെ അഡോപ്റ്റ് ചെയ്തതും അവളുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതും അവൾക്ക് അറിയുമായിരുന്നില്ല. ഇപ്പോൾ ഹാൻഡ്ലർ ഹാർലനെയും ഒരു സൂപ്പർ പവർഡ് വെപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നു. അക്കാഡമി ലൈലയെ ഹാൻഡ്ലർ ഉപയോഗിക്കുകയാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അവരവളെ കുടുംബത്തിന്റെ ഭാഗമായി സ്വീകരിച്ച് സ്നേഹിച്ചു കൊള്ളാമെന്ന് ഓഫർ ചെയ്യുന്നു. ലൈല സത്യം മനസ്സിലാക്കുന്ന നിമിഷത്തിൽ ഹാൻഡ്ലർ വന്ന് എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു. 5 ഗുരുതരമായി പരിക്കേൽക്കുന്നു. പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൻ ഏതാനും മിനിറ്റുകൾ പുറകിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് സിബ്ലിങ്സിനെ രക്ഷിക്കുന്നു. അതേസമയം അവസാനത്തെ സ്വീഡായ ആക്സൽ എത്തി തന്റെ ബ്രദേഴ്സിന്റെ മരണത്തിന് കാരണം ഹാൻഡ്ലർ ആണെന്ന് പറഞ്ഞ് അവളെ കൊല്ലുന്നു. ഫൈറ്റിന് ശേഷം ഹെർബ് കമ്മീഷന്റെ പുതിയ ലീഡർ ആവുകയും അക്കാഡമിക്ക് 2019 മടങ്ങാനുള്ള ഒരു ടൈം ബ്രീഫ് കേസ് നൽകുകയും ചെയ്യുന്നു. ലൈല തന്റെ സ്വന്തം ബ്രീഫ് കേസ് എടുത്ത് ഓടിപ്പോവുകയും ഇത് ഡിയേഗോയെ ദുഃഖിതനാക്കുകയും ചെയ്യുന്നു. റേമണ്ട് അവിടെ തന്നെ തുടർന്ന് സിവിൽ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. വാനിയുടെ അക്കാഡമിയും ഒത്തുള്ള ലൈഫ് ഒരു കുട്ടിക്ക് അനുയോജ്യമല്ല എന്നതിനാൽ അവളും സിസിയും ഹാർലനും തമ്മിലുള്ള റിലേഷൻ അവസാനിപ്പിക്കുന്നു. അപ്പോക്കലിപ്സ് തടഞ്ഞ ശേഷം അംബ്രല്ല അക്കാഡമി 2019 മടങ്ങുന്നു. പക്ഷെ അവർ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇത് അവരുടെ യഥാർത്ഥ 2019 അല്ലെന്ന് മനസ്സിലാക്കുന്നു. റെജിനാൾഡ് ജീവനോടെയുള്ള ഈ ടൈം ലൈനിൽ അദ്ദേഹം സ്പാരോ അക്കാഡമി എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർ പവർഡ് കുട്ടികളെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അംബ്രല്ല അക്കാഡമി സ്പാരോസിനെ കാണുമ്പോൾ അതിൽ ജീവിച്ചിരിക്കുന്ന ബെന്നിനെ മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. എന്നാൽ അവനാകട്ടെ അവരെ അറിയുകയുമില്ല. ദ അംബ്രല്ല അക്കാഡമിയുടെ 3rd സീസണിൽ ഓൾട്ടർനേറ്റ് ടൈം ലൈനിലെ റെജിനാൾഡ് ഹാർഗ്രീവ്സ് തന്റെ സ്പാരോ അക്കാഡമി ഫോം ചെയ്യാൻ ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് സിബ്ലിങ്സിനെയാണ് അഡോപ്റ്റ് ചെയ്തത്. ലൂത്തറിനെ പോലെ സൂപ്പർ സ്ട്രെങ്ത് ഉള്ള മാർക്കസ്, ക്രോസ് അഥവാ കാക്കകളെ മാനിഫെസ്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയുന്ന ഫേ, സ്വയം ഉപദ്രവിച്ചുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുന്ന അൽഫോൻസോ, ഗ്രാവിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ലോ, തന്റെ ടാർഗറ്റ്സിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ജെയ്മി, മിന്നലിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന എന്നാൽ കാണാൻ ഒരു ഫ്ലോട്ടിംഗ് ക്യൂബ് പോലെയുള്ള ക്രിസ്റ്റഫർ, പിന്നെ ഒറിജിനൽ ടൈം ലൈനിലെ പോലെ തന്നെ ടെന്റക്കിൾ പവേഴ്സ് യൂസ് ചെയ്യാൻ കഴിയുന്ന എന്നാൽ ഇപ്പോഴും ജീവനോടെയുള്ള ബെൻ എന്നിവരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അംബ്രല്ല അക്കാഡമി സ്പാരോസുമായി ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ അവർ തോറ്റു പോവുകയും ഓടിപ്പോവാൻ നിർബന്ധിതരാവുകയും ഹോട്ടൽ ഒബ്സിഡിയനിൽ അഭയം തേടുകയും ചെയ്യുന്നു. അവരുടെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് മടങ്ങാൻ ഒരു പ്ലാൻ തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോൾ അംബ്രല്ല അക്കാഡമിയിലെ എല്ലാ സിബ്ലിങ്സിന്റെ അമ്മമാർ ഈ യൂണിവേഴ്സിൽ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയോ മരിച്ചുപോയി എന്ന് ക്ലോസും 5 കണ്ടെത്തുന്നു. ഇതൊരു ടൈം പാരഡോക്സ് സൃഷ്ടിക്കുന്നു. ഈ പാരഡോക്സ് കൂഗൽ ബ്ലിറ്റ്സ് എന്നൊരു വളരെ ശക്തമായ അനോമലി ഉണ്ടാക്കുകയും ഈ അനോമലി വളരെ സ്ട്രോങ്ങും ഡേഞ്ചറസുമായി വളരുന്നതിനിടെ അത് മാർക്കസിനെ മുഴുവനായി വിഴുങ്ങുകയും ചെയ്യുന്നു. അംബ്രല്ല അക്കാഡമി തിരിച്ചു പോകാനുള്ള വഴികൾ തേടുന്നതിനിടെ പാസ്റ്റിലെ സിസിയുടെ മരണത്തെക്കുറിച്ച് വാന്യ മനസ്സിലാക്കുന്നു. ഇത് അവളെ ഒരു സെൽഫ് ഡിസ്കവറിയുടെ പാതയിലേക്ക് നയിക്കുന്നു. അവൾ ഒരു ട്രാൻസ്ജെൻഡർ പുരുഷനായി മാറുകയും തന്റെ പേര് വിക്ടർ എന്ന് മാറ്റുകയും ചെയ്യുന്നു. തന്റെ മകൾ ക്ലെയർ ഈ ടൈം ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ആലിസൺ കണ്ടെത്തുന്നു. ഇത് അവളെ മാനസികമായി തകർക്കുകയും ഒറിജിനൽ ടൈം ലൈൻ റീസ്റ്റോർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സ്പാരോസുമായുള്ള എണ്ണമറ്റ ശത്രുതപരമായ ഫൈറ്റ്സ് നടക്കുന്നതിനിടെ ലൂതറിനും സ്ലോയ്ക്കും ഇടയിൽ റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ടാകുന്നു. പക്ഷെ അവർ അവരുടെ റിലേഷൻഷിപ്പ് രഹസ്യമായി സൂക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. ലൂതറിന്റെയും സ്ലോയിന്റെയും അടുപ്പം മനസ്സിലാക്കിയ ഈ ടൈം ലൈനിലെ ബെൻ ലൂതറിനെ അംബ്രല്ല അക്കാഡമി ഉപേക്ഷിച്ച് മാർക്കസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി സ്പാരോസിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനിടെ ഡിയേഗോയുമായി വീണ്ടും ഒന്നിക്കാൻ ലൈലയും ഓൾട്ടർനേറ്റ് ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്തെത്തുന്നു. വർഷങ്ങളേറെ കടന്നുപോയെന്നും തനിക്കും ഡിയേഗോയ്ക്കും ഇപ്പോൾ സ്റ്റാൻ എന്നൊരു മകനുണ്ടെന്നും അവൾ വെളിപ്പെടുത്തുന്നു. സ്റ്റാനുമായി നല്ലൊരു ബോണ്ടിംഗ് ഉണ്ടാക്കാനും റെജിനാൾഡിന് ആകാൻ കഴിയാതെ പോയ തരത്തിലുള്ള നല്ലൊരു അച്ഛനാവാനും ഡിയേഗോ വളരെയധികം എഫേർട്സ് ഇടുന്നുണ്ട്. ക്ലോസ് തന്റെ ഈ നെഫ്യൂവുമായി അടുക്കാൻ ശ്രമിക്കവേ സ്റ്റാൻ അബദ്ധത്തിൽ അവനെ കൊല്ലുകയും ക്ലോസിനെ ആഫ്റ്റർ ലൈഫിലേക്ക് അയക്കുകയും ചെയ്യുന്നു. താൻ 50ലധികം തവണ മരിച്ചിട്ടുണ്ടെന്നും ഇമ്മോർട്ടൽ ആയത് കാരണം താൻ റിസറക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ക്ലോസ് മനസ്സിലാക്കുന്നു. ലൈലയും ഡിയേഗോയും സ്റ്റാനിന്റെ പാരന്റ്സായി ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ റൊമാൻസ് വീണ്ടും സ്ട്രോങ് ആക്കുന്നു. ഒടുവിൽ സ്റ്റാൻ അവരുടെ മകനല്ലെന്നും തന്റെ സുഹൃത്ത് ട്രൂഡിയുടെ മകനാണെന്നും ലൈല ഡിയേഗോയോട് പറയുന്നു. ഡിയേഗോയുടെ യഥാർത്ഥ കുട്ടിയുമായി ലൈല ഇപ്പോൾ ശരിക്കും പ്രഗ്നന്റ് ആണ്. അവന്റെ പാരന്റൽ ഇൻസ്റ്റിങ്സും ഇൻട്രസ്റ്റും പരീക്ഷിക്കാൻ ആഗ്രഹിച്ചാണ് അവൾ കള്ളം പറഞ്ഞത്. ഇപ്പോൾ ഒരു അച്ഛനാകാൻ പോകുന്നതിൽ ഡിയേഗോ എക്സൈറ്റഡ് ആണ്. പക്ഷേ കൂഗൽ ബ്ലിറ്റ്സ് സ്റ്റാനിനെ അതിന്റെ അടുത്ത വിക്ടിം ആക്കുമ്പോൾ അവൻ തകർന്നു പോകുന്നു. ക്യൂഗൽ ബ്ലിറ്റ്സിന്റെ ഒറിജിൻ മനസ്സിലാക്കാനും അവരുടെ യഥാർത്ഥ ടൈം ലൈനിലേക്ക് മടങ്ങാനുള്ള വഴി കണ്ടെത്താനും ലൈല പിന്നീട് 5മായി ഒന്നിക്കുന്നു. ഇരുവരും കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് യാത്ര ചെയ്യുന്നെങ്കിലും പക്ഷെ അവിടെ നശിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുന്നു. കമ്മീഷന്റെ ഫൗണ്ടറായ 5ന്റെ പ്രായമായി മരിക്കാറായ ഫ്യൂച്ചർ വേർഷൻ ക്യൂഗൽ ബ്ലിറ്റ്സ് പാരഡോക്സ് തിരുത്തപ്പെട്ടില്ലെങ്കിൽ അതിന്റെ പവേഴ്സ് വളർന്നുകൊണ്ടിരിക്കുമെന്നും എല്ലാ എക്സിസ്റ്റൻസിനെയും നശിപ്പിക്കുമെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മാത്രമല്ല ഇത്തവണ യങ് 5നോട് ലോകത്തെ രക്ഷിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. സ്പാരോസും അംബ്രല്ല അക്കാഡമിയും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ഒരു മിസ്റ്റീരിയസ് സ്ട്രേഞ്ചർ അതിനിടയിൽ വന്ന് ഒരു പവർഫുൾ എനർജി ബ്ലാസ്റ്റ് റിലീസ് ചെയ്യുകയും
ഇത് അൽഫോൻസോയെയും ജെയ്മിയെയും കൊല്ലുകയും ചെയ്യുന്നു. ഈ സ്ട്രേഞ്ചർ ഇപ്പോൾ ഒരു അഡൾട്ട് ആയിരിക്കുന്ന ഹാർലൻ ആണെന്ന് വിക്ടർ മനസ്സിലാക്കുന്നു. ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു. എന്നിരുന്നാലും ബെന്നും ബാക്കിയുള്ള സ്പാരോസും ഒരു പ്രതികാരപരമായ പീസ് ഓഫറിംഗ് ആയി ഹാർലിനെ തങ്ങൾക്ക് കൈമാറണം എന്ന് ആവശ്യപ്പെടുന്നു. അംബ്രല്ല അക്കാഡമി ഹാർലനെ സാക്രിഫൈസ് ചെയ്യാൻ വിസമ്മതിക്കുന്നു. സിസി വർഷങ്ങൾക്ക് മുൻപ് മരിച്ചപ്പോൾ ദുഃഖിതനായ യങ് ഹാർലൻ വളരെ വലിയൊരു എനർജി ബേസ്റ്റ് നടത്തിയിരുന്നു. അതാണ് അക്കാഡമിയിലെ എല്ലാ അമ്മമാരെയും കൊന്നതും ആൻഡ് ഇതുവഴിയാണ് ക്യൂഗൽ ബ്ലിസ് സൃഷ്ടിക്കപ്പെട്ടതും. ഹാർലന്റെ ഈ അസ്ഥിരമായ പവേഴ്സ് അവനെ സ്പാരോസിനും അംബ്രല്ല അക്കാഡമിക്കും ഒരു ഭീഷണിയും ടാർഗറ്റുമാക്കി മാറ്റിയതായി അറിയുന്ന വിക്ടർ ഹാർലന്റെ പവേഴ്സ് തന്നിലേക്ക് തിരിച്ച് അബ്സോർബ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അംബ്രല്ല അക്കാഡമിയിലെ എല്ലാ അമ്മമാരെയും അബദ്ധത്തിൽ കൊന്നതിനെ കുറിച്ചുള്ള സത്യം ഹാർലൻ ആലിസനോട് വെളിപ്പെടുത്തുന്നു. ഈ സംഭവമാണ് പാരഡോക്സിന് കാരണമായത് എന്ന് അറിയാവുന്ന ആലിസൺ തന്റെ മകൾ ക്ലെയർ ഇല്ലാതാകാൻ കാരണമായതും ഹാർലനാണെന്ന് മനസ്സിലാക്കി ഹാർലനെ കൊന്ന് അവന്റെ ബോഡി സ്പാരോസിന് കൈമാറി പ്രതികാരം ചെയ്യുന്നു. ക്യൂഗൽ ബ്ലിറ്റ്സ് കൂടുതൽ പവർഫുള്ളും അൺസ്റ്റേബിളുമായി വളരുമ്പോൾ ലൈല, സ്ലോ, വിക്ടർ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ക്രിസ്റ്റഫറിന് ക്യൂഗൽ ബ്ലിറ്റ്സിനെ കൺസ്യൂം ചെയ്യാനും മുഴുവൻ യൂണിവേഴ്സിനെയും രക്ഷിക്കാനും സഹായിക്കുന്നതിനായി അവർ അവരുടെ പവേഴ്സ് കമ്പൈൻ ചെയ്യുന്നു. എന്നാൽ സ്പാരോസും അംബ്രല്ല അക്കാഡമിയും അവരുടെ വിജയം ആഘോഷിക്കുന്നതിനിടെ ക്രിസ്റ്റഫർ പൊട്ടിത്തെറിക്കുകയും ക്യൂഗൽ ബ്ലിറ്റ്സ് വീണ്ടും അൺലീഷ്ഡ് ആവുകയും മറ്റുള്ളവർ ഓടിപ്പോകുമ്പോൾ ഫെയിനെ കൊല്ലുകയും ചെയ്യുന്നു. ക്യൂഗൽ ബ്ലിറ്റ്സിന്റെ വളർന്നു വരുന്ന ശക്തി ഉടൻ തന്നെ എല്ലാ എക്സിസ്റ്റൻസിനെയും നശിപ്പിക്കുമെന്ന് വരുമ്പോൾ സ്പാരോസും അംബ്രല്ല അക്കാഡമിയും ഹോട്ടൽ ഒബ്സിഡിയനിൽ അഭയം പ്രാപിക്കുന്നു. അവിടെ ലൂതറും സ്ലോയും വിവാഹിതരായി അവസാന നിമിഷങ്ങൾ ഒന്നിച്ച് ചിലവഴിക്കാനുള്ള പ്ലാൻസ് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ച് വെഡിങ് നടക്കുകയും അവരുടെ അഡോപ്റ്റഡ് ഫാദർ റെജിനാൾഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഹാർഗ്രീവ്സും ഒത്തുചേർന്ന് അവരുടെ ഫൈനൽ മൊമെന്റ്സ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ബെന്നിന്റെ ഓൾട്ടർനേറ്റ് വേർഷൻ തന്റെ അംബ്രല്ല അക്കാഡമി സിബ്ലിംഗ്സുമായി അടുപ്പം സ്ഥാപിക്കുന്നു. അടുത്ത ദിവസം യൂണിവേഴ്സിന്റെ റീസെറ്റ് ബട്ടൺ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അതർ വേൾഡ്ലി ഹോട്ടലായ ഒബ്ലിവിയന് ചുറ്റുമാണ് താൻ ഹോട്ടൽ ഒബ്സിഡിയൻ നിർമ്മിച്ചിരിക്കുന്നതെന്ന് റെജിനാൾഡ് തന്റെ എല്ലാ കുട്ടികളോടുമായി വെളിപ്പെടുത്തുന്നു. 7 പേർ ഹോട്ടൽ ഒബ്ലിവിയനിൽ പ്രവേശിച്ച് 7 പ്രത്യേക ബെൽസ് ശബ്ദിപ്പിച്ചാൽ യൂണിവേഴ്സ് റീസെറ്റ് ആകും, അപ്പോകലിപ്സും ഒഴിവാക്കപ്പെടും. അൺഫോർച്ചുനേറ്റ്ലി അവശേഷിക്കുന്ന ഹാർഗ്രീവ്സ് സിബ്ലിംഗ്സിൽ പലരും ലോകാവസാനം നടന്നോട്ടെ എന്ന മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പോകലിപ്സ് തടയരുത് എന്ന തന്റെ ഓൾഡർ സെൽഫിന്റെ അഡ്വൈസ് സ്വീകരിക്കാനാണ് 5 ഉദ്ദേശിക്കുന്നത്. തന്റെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു വഞ്ചനപരമായ പ്ലോട്ടിന്റെ ഭാഗമായി റെജിനാൾഡ് ലൂതറിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും അതിന് ഹോട്ടൽ ഒബ്ലിവിയനിലെ ബെൽസ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗാർഡിനെ ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ക്യൂഗൽ ബ്ലിറ്റ്സ് ഹോട്ടൽ ഒബ്സിഡിയനെ വിഴുങ്ങുമ്പോൾ റെജിനാൾഡും കുട്ടികളും സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഹോട്ടൽ ഒബ്ലിവിയനിലേക്ക് ഓടിപ്പോകുന്നു. എന്നാൽ ഓൾട്ടർനേറ്റ് വേൾഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്ലോസ് യൂസ്ലെസ് ആണെന്ന് കരുതി റെജിനാൾഡ് അവനെയും കൊല്ലുന്നു. ഹോട്ടൽ ഒബ്ലിവിയനിൽ വെച്ച് ലൂതറിന്റെ വിവാഹത്തിൽ മദ്യപിച്ചിരിക്കുമ്പോൾ ആലിസൺ റെജിനാൾഡുമായി ഒരു മിസ്റ്റീരിയസ് ആയ ഡീലിൽ ഏർപ്പെടുന്നത് താൻ കണ്ടതായി 5 ഓർമ്മിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട മകളായ ക്ലെയറുമായി വീണ്ടും ഒന്നിക്കുന്നതിനായി തന്റെ പിതാവുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്ന് ആലിസൺ സമ്മതിക്കുന്നു. പക്ഷേ റെജിനാൾഡിന്റെ പ്ലാനിൽ ലൂതറിന്റെ കൊലപാതകം ഉൾപ്പെടുമെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. ആഫ്റ്റർ ലൈഫിൽ ലൂതർ ക്ലോസിനോട് തന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ക്ലോസിനെ ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ബാക്കിയുള്ള ഹാർഗ്രീവ് സിബ്ലിംഗ്സ് ഹോട്ടൽ ഒബ്ലിവിയന്റെ ഗാർഡ്സുമായി ഫൈറ്റ് ചെയ്യുന്നു. തുടർന്ന് യൂണിവേഴ്സിന്റെ റീസെറ്റ് ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാൻ ഓരോരുത്തർക്കും നിൽക്കാൻ 7 പൊസിഷൻസ് കണ്ടെത്തുന്നു. അവർ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പവേഴ്സ് എല്ലാം ഡ്രെയിൻഡായി മരണത്തിന്റെ വക്കിലെത്തുന്നു. പിന്നീട് ഹാർഗ്രീവ് സിബ്ലിംഗ്സ് ആ സത്യം മനസ്സിലാക്കുന്നു. തുടക്കം മുതൽ തന്നെ തന്റെ കുട്ടികളെ വിവിധ ടൈം ലൈൻസിലൂടെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഈ ഒരു മൊമെന്റ് വരെ എത്തിച്ച് അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്ത് യൂണിവേഴ്സിനെ തന്റെ കൺട്രോളിലേക്ക് റീസെറ്റ് ചെയ്യുക എന്നതായിരുന്നു റെജിനാൾഡിന്റെ പ്ലാൻ. ഇപ്പോൾ നഷ്ടപ്പെട്ട ഫാമിലിക്ക് പകരം തന്റെ ഒപ്പം ഇപ്പോഴുള്ള സിബ്ലിംഗ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആലിസൺ റെജിനാൾഡിനെ കൊല്ലാനും അയാളുടെ പദ്ധതി പരാജയപ്പെടുത്താനും തീരുമാനിക്കുന്നു. തുടർന്ന് ടൈം ലൈനിലേക്ക് ഓർഡർ റീസ്റ്റോർ ചെയ്യാൻ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. റീസ്റ്റോർഡ് ആയ ടൈം ലൈനിൽ ലൂതർ ജീവിച്ചിരിപ്പുണ്ട് ആൻഡ് ഇപ്പോൾ അവന്റെ ബോഡി എപ്സിന്റേതുപോലെ അല്ല. പക്ഷെ ഇപ്പോൾ അവന്റെ പ്രിയപ്പെട്ട സ്ലോ അവന്റെ കൂടെ ഇല്ല. കൂടാതെ എല്ലാ ഹാർഗ്രീവ്സും ഇപ്പോൾ പവേഴ്സ് ഇല്ലാത്തവരാണ്. ആലിസൺ തന്റെ പ്രസന്റിലെ മകളുമായും ഇപ്പോൾ പ്രസന്റിലുള്ള 1960s ഭർത്താവ് റേയുമായും വീണ്ടും ഒന്നിക്കുന്നു. റെജിനാൾഡിന്റെ മാസ്റ്റർ പ്ലാൻ പരാജയപ്പെടുത്താൻ ആലിസൺ അയാളെ കൊന്നിട്ടും അയാളുടെ പ്ലാൻ ഇപ്പോഴും ഒരു പരിധിവരെ സക്സസ് തന്നെയാണ്. അയാളുടെ കമ്പനി ഇപ്പോൾ ഒരു വലിയ ഗ്ലോബൽ പവർ ആണ് ആൻഡ് അയാളുടെ മരിച്ചുപോയ ഭാര്യ അബിഗയിലും ഇപ്പോൾ അയാൾക്കരികിലുണ്ട്. ദ അംബ്രല്ല അക്കാഡമിയുടെ 4th സീസണിൽ ഹാർഗ്രീവ് സിബ്ലിംഗ്സ് അവരുടെ പുതിയ ടൈം ലൈനിൽ പവേഴ്സ് ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന 6 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആലിസൺ തന്റെ മകളെ ഒറ്റയ്ക്ക് വളർത്താൻ ശ്രമിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ആക്ട്രസ് ആണ്. റേ അവരെ രണ്ടുപേരെയും ഉപേക്ഷിച്ചു പോയി. ക്ലോസ് ഇപ്പോൾ ആലിസണും മകൾക്കും ഒപ്പമാണ് താമസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മരണത്തെ വെല്ലുവിളിക്കുന്ന കഴിവുകൾ നഷ്ടപ്പെട്ടതിനാൽ മരിക്കുന്നതിനെ പറ്റി അവൻ അങ്ങേയറ്റം പരിഭ്രാന്തനാണ്. ലൂതർ ഇപ്പോൾ ഒരു സ്ട്രിപ്പറാണ്. 5 CIA-യിൽ വർക്ക് ചെയ്യുന്നു. വിക്ടർ നോവാസ്കോഷ്യയിൽ ഒരു ബാർ നടത്തുന്നു. ഒരു ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തി ജയിലിൽ പോയ ബെൻ ഇപ്പോൾ മോചിതനാകുന്നു. ഡിയേഗോയ്ക്കും ലൈലയ്ക്കും ഇപ്പോൾ 3 കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അല്പം മോശാവസ്ഥയിലാണ്. CIA-യിൽ ജോലി ചെയ്യുന്ന 5 തെറ്റായ ടൈം ലൈനിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പായ കീപ്പേഴ്സ് എന്ന സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു.
ഒരു മീറ്റിംഗിൽ വേഷം മാറി എത്തിയ ലൈലയെ അവൻ കണ്ടുമുട്ടുന്നു. ഒരു അമ്മ എന്ന നിലയിലുള്ള തന്റെ പുതിയ ജീവിതത്തെ അവൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു ടൈം ട്രാവലിംഗ് അസാസിൻ എന്ന പാസ്റ്റ് അവൾ മിസ് ചെയ്യുന്നു. തുടർന്ന് ഒരു മാരീഡ് കപ്പിളായ ജീൻ ടിബഡു എന്നിവർ കീപ്പേഴ്സിന് മുന്നിൽ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നു. ഹാർഗ്രീവ്സ് സിബ്ലിംഗ്സിന്റെ മിസ് അഡ്വഞ്ചേഴ്സിലൂടെ ഉണ്ടായ അംബ്രല്ല എഫക്ട് കാരണമാണ് ഫോൾട്ടി ടൈം ലൈൻസ് ഉണ്ടാകുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ഹാർഗ്രീവ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ടൈം ലൈൻ റീസ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. കീപ്പേഴ്സിലെ മെമ്പറും ഇപ്പോൾ മിസ്സിംഗുമായ തന്റെ മകൾ ജെനിഫറിനെ കണ്ടെത്താൻ സൈ ഗ്രോസ്മാൻ എന്നൊരു സ്ട്രേഞ്ചർ ഹാർഗ്രീവ്സിന്റെ സഹായം തേടുന്നു. സിബ്ലിംഗ്സിന്റെ പവർ റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേരിഗോൾഡ് ജാർ 5 റിവീൽ ചെയ്യുന്നു. പക്ഷെ മിക്ക സിബ്ലിംഗ്സും ഇപ്പോൾ ഒടുവിൽ ഒരു നോർമൽ ലൈഫ് നയിക്കുന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ബെൻ എല്ലാവരെയും കബളിപ്പിച്ച് മേരിഗോൾഡ് കുടിപ്പിക്കുകയും അവരുടെ പവേഴ്സ് റീസ്റ്റോർ ചെയ്യുകയും ലൈലയ്ക്ക് ലേസർ വിഷൻ ലഭിക്കുകയും ചെയ്യുന്നു. ജെനിഫറിനായുള്ള ഹാർഗ്രീവ്സിന്റെ അന്വേഷണം അവരെ ന്യൂ ഗ്രംസൺ എന്നൊരു വിചിത്രമായ ടൗണിലേക്ക് നയിക്കുന്നു. അവിടെയുള്ള ഓരോ നിവാസിയും അവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. സിബ്ലിംഗ്സ് ജെനിഫറിനെ കണ്ടെത്തി അവരെ പിന്തുടരുന്നവരിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ന്യൂ ഗ്രംസൺ വിട്ടു പോകുമ്പോൾ ജീൻ കപ്പിൾ അവരെ പിടികൂടുന്നു. അവർ ജെനിഫറിനെ എടുത്തുകൊണ്ടു പോകുന്നു. ഹാർഗ്രീവ്സിൽ നിന്ന് ജെനിഫറിനെ അവർ വേർപെടുത്തുമ്പോൾ അവളും ബെന്നും സ്പർശിക്കുകയും ഒരു മിസ്റ്റീരിയസ് എനർജി എക്സ്ചേഞ്ച് നടക്കുകയും ചെയ്യുന്നു. വീണ്ടും ജെനിഫറിനെ കണ്ടെത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 5 ഓരോ തവണയും ടെലിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ന്യൂ ഗ്രംസണിലെ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നുവെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ 5ഉം ലൈലയും കൂടുതൽ അന്വേഷണത്തിനായി ഒരു ട്രെയിനിൽ കയറുന്നു. ഇത് അവരെ യഥാർത്ഥ ഫ്യൂച്ചർ ടൈം ലൈനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 5 40 വർഷം ഒരു അപ്പോകലിപ്റ്റിക് വേസ്റ്റ്ലാൻഡ് ആയ ഭൂമിയിൽ ചിലവഴിച്ചു. 5ഉം ലൈലയും അപ്പോകലിപ്സിൽ നിന്നും ഓടിപ്പോയി അവരുടെ സിബ്ലിംഗ്സിനടുത്തേക്ക് മടങ്ങുന്നു. അവിടെ ഡിയേഗോ കീപ്പേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് റെയ്ഡ് ചെയ്തതായും ജെനിഫറിനെ ബെന്നിന്റെ മരണവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ അവരുടെ ഒറിജിനൽ ടൈം ലൈനിൽ കണ്ടെത്തിയതായും വെളിപ്പെടുന്നു. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ ഹാർഗ്രീവ്സ് സിബ്ലിംഗ്സിൽ ആർക്കും ഓർമ്മയില്ല. സിബ്ലിംഗ്സ് മനസ്സില്ലാ മനസ്സോടെ അവരുടെ പിതാവ് റെജിനാൾഡിൽ നിന്നും ഉത്തരങ്ങൾ തേടുന്നു. ജെനിഫറിനെ അവരിൽ നിന്ന് സംരക്ഷിക്കാൻ താൻ ന്യൂ ഗ്രംസൺ നിർമ്മിച്ചുവെന്നും എല്ലാ ഹാർഗ്രീവ്സിന്റെയും പവേഴ്സ് കമ്പൈൻഡ് ആയതിനേക്കാൾ ശക്തിയാണ് അവളെന്നും അയാൾ വെളിപ്പെടുത്തുന്നു. തുടർന്ന് റെജിനാൾഡ് സിബ്ലിംഗ്സിനെ യഥാർത്ഥ ടൈം ലൈനിൽ നിന്ന് നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് അംബ്രല്ല അക്കാഡമി മിഷൻസിൽ ഏർപ്പെട്ടിരിക്കെ ടീനേജർ ആയിരുന്ന ബെൻ റെജിനാൾഡ് യങ് ജെനിഫറിനെ തടവിലാക്കിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അവളെ സ്പർശിച്ചപ്പോൾ അവർ അന്നും അതേ മിസ്റ്റീരിയസ് എനർജി എക്സ്ചേഞ്ച് ചെയ്തു. ബെന്നിനെയും ജെനിഫറിനെയും വെടിവെച്ച് കൊല്ലുകയും തന്റെ പ്രവർത്തികൾ മറയ്ക്കാൻ മറ്റ് ഹാർഗ്രീവ്സിന്റെ ഓർമ്മകൾ മായ്ച്ചു കളയുകയും ചെയ്തത് റെജിനാൾഡ് തന്നെയാണ്. പ്രസന്റിൽ റെജിനാൾഡിന്റെ ഭാര്യ അബിഗയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് താൻ മേരിഗോൾഡ് എന്നൊരു പുതിയ തരം എനർജി സൃഷ്ടിച്ചു. അത് ഹാർഗ്രീവ്സിന് അവരുടെ പവേഴ്സ് നൽകി. പക്ഷെ ആക്സിഡന്റലി അതിനൊപ്പം തന്നെ ഡ്യൂറേങ്കോ എന്നൊരു ഓപ്പോസിറ്റ് എനർജി കൂടെ ക്രിയേറ്റ് ആയി. അതാണ് ജെനിഫറിന്റെ ഉള്ളിലുള്ളത്. ബെൻ ഒരു ലോക്ക് പോലെയും ജെനിഫർ അതിന്റെ കീ പോലെയുമാണ്. ആൻഡ് അവരുടെ മേരിഗോൾഡും ഡ്യൂറേങ്കോയും എനർജീസ് തമ്മിൽ കമ്പൈൻഡ് ആയാൽ അത് മുഴുവൻ ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കുന്ന ക്ലെൻസ് എന്ന എനർജിയെ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ ക്ലെൻസ് സംഭവിക്കാതിരിക്കാൻ ബെന്നിനെയോ ജെനിഫറിനെയോ കൊല്ലാൻ റെജിനാൾഡ് തന്റെ കുട്ടികളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും അറിയാത്ത ബെൻ ജീൻ കപ്പിളിൽ നിന്നും ജെനിഫറിനെ രക്ഷിച്ച് അവർ ഒരുമിച്ച് ഓടിപ്പോയി. അവർ തമ്മിൽ റൊമാൻറ്റിക്കലി അടുക്കുകയും പാഷനേറ്റ് ആയി ഒരു കിസ് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്നും ഒരു എനർജി ബേസ്റ്റ് ഉണ്ടാവുകയും അങ്ങനെ ഒഫീഷ്യലി ക്ലെൻസ് ആരംഭിക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ട്രെയിൻ ഉപയോഗിച്ച് യഥാർത്ഥ ടൈം ലൈനിലേക്ക് തിരിച്ചു സഞ്ചരിക്കുന്നതിലൂടെയും ബെൻ ജെനിഫർ എന്നിവർ കണ്ടുമുട്ടുന്നത് തടയുന്നതിലൂടെയും ക്ലെൻസിനെ തടയാൻ കഴിയുമെന്ന് 5ഉം ലൈലയും കരുതുന്നു. നിർഭാഗ്യവശാൽ അവരുടെ ദൗത്യത്തിൽ അവർക്ക് നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. 6 വർഷത്തിലേറെ അവർ ടൈം ലൂപ്പ് അഡ്വഞ്ചറിൽ കുടുങ്ങിപ്പോകുന്നു. പക്ഷെ ഇരുവരും റൊമാൻറ്റിക്കലി കൂടുതൽ അടുക്കുകയും കിസ് ചെയ്യുക പോലും ചെയ്യുന്നു. പിന്നീട് തന്റെ തന്നെ മറ്റൊരു വേർഷനിൽ നിന്ന് എങ്ങനെ വീട്ടിലേക്ക് മടങ്ങാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് 5 കണ്ടെത്തുന്നു. മറ്റൊരിടത്ത് അംബ്രല്ല അക്കാഡമിയെ പരാജയപ്പെടുത്താൻ ജീൻ കപ്പിളിനെയും കീപ്പേഴ്സിനെയും സഹായിക്കാനും ക്ലെൻസ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമായി സൈ എത്തുന്നു. കീപ്പേഴ്സ് ബെന്നിനെയും ജെനിഫറിനെയും പിടികൂടുമ്പോൾ സൈ താൻ വേഷം മാറി എത്തിയ റെജിനാൾഡിന്റെ ഭാര്യ അബിഗയിലാണെന്ന് റിവീൽ ചെയ്യുന്നു. തുടർന്ന് അവൾ ജീൻ കപ്പിളിനെയും കൊല്ലുകയും അവരുടെ ഐഡന്റിറ്റി ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ രഹസ്യമായി പ്രവർത്തിക്കുന്നു. ഹസ്ബൻഡിനോടൊപ്പം ചേർന്ന് ലൈഫ് ടൈം മുഴുവൻ താൻ ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായാണ് താൻ ക്ലെൻസ് നടത്താൻ നോക്കുന്നതെന്ന് അവൾ റെജിനാൾഡിനോട് വെളിപ്പെടുത്തുന്നു. തുടർന്ന് ബെന്നിന്റെയും ജെനിഫറിന്റെയും ഗ്രോയിങ് എനർജി റെജിനാൾഡിനെയും തന്നെയും കൺസ്യൂം ചെയ്യാൻ അനുവദിക്കുന്നു. അവസാനം ഹാർഗ്രീവ്സ് സിബ്ലിംഗ്സ് എല്ലാവരും ബെന്നിനെയും ജെനിഫറിനെയും രക്ഷിക്കാനും ക്ലെൻസ് നിർത്താനും ഒത്തുചേരുന്നു. കീപ്പേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ബെൻ, ജെനിഫർ എന്നിവരുടെ എനർജി അവരെ ഒറ്റ ബീയിങ് ആയി കമ്പൈൻ ചെയ്യാൻ തുടങ്ങുന്നു. തന്റെയും സിബ്ലിംഗ്സിന്റെയും മേരിഗോൾഡ് എനർജിയാണ് എപ്പോഴും ടൈം ലൈൻസ് തകരുന്നതിനും അപ്പോകലിപ്സിസ് സംഭവിക്കുന്നതിനും കാരണമാകുന്നതെന്ന് 5 കണ്ടെത്തുന്നു. അങ്ങനെ സിബ്ലിംഗ്സ് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് അവർ വളർന്ന് തങ്ങളുടെ വീട്ടിൽ ഒത്തൊരുമിക്കുകയും എല്ലാ ടൈം ലൈൻസിൽ നിന്നും സ്വയം മാറ്റാൻ ക്ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ റിസ്റ്റോർഡ് ടൈം ലൈനിൽ ലൈലയുടെ ശരിക്കുള്ള പാരന്റ്സ് ആലിസൺ, ഡിയേഗോ, ലൈല എന്നിവരുടെ അനാഥരായ കുട്ടികളെ ഒന്നിച്ച് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും വളർത്തുന്നു.
സീരീസ് അവസാനിക്കുമ്പോൾ ഫാമിലി പാർക്കിൽ ഒന്നിച്ച് കളിക്കുന്നു. അവിടെ 8 പുതിയ മാരിഗോൾഡ്സ് വിരിയാൻ തുടങ്ങുന്നു.